ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. അപ്പോൾ നമ്മൾ രസകരമായ കഥയിലൂടെയും കോഡിലൂടെയും കണക്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് മധ്യകാല ഇന്ത്യ അഥവാ മിഡീവൽ ഇന്ത്യ. ഈ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഡൽഹി സുൽത്താനേറ്റ് തീർക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുവരെ പഠിച്ച എക്സാമിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് റീക്യാപ്പ് ചെയ്തിട്ട് അപ്പോ അടുത്ത് നമുക്ക് നോക്കേണ്ടതിലേക്ക് പോകാം. അപ്പൊ നമ്മൾ പറഞ്ഞു, അറബികളുടെ ഇന്ത്യയിലേക്കുള്ള ആക്രമണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് 3 മുഹമ്മദ്മാരെയാണ് അല്ലെ. ആദ്യത്തെ അറബി ഒരു പ്രതികാരവുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്നത് പോലെ ഇത് കാസിമിന്റെ പ്രതികാരം. നമ്മളെ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനുള്ള സിമ്മം കൊണ്ടാണ് വന്നത് എന്നാണ് പറഞ്ഞത്. കണക്ടിവിറ്റി വേണ്ടേ? അതാണ് മുഹമ്മദ് ബിൻ കാസിം. അദ്ദേഹം AD 712 700കളിലെ 1-2 ആണ്ടിലാണ് വന്നത്. അതാണ് AD 712. അത് പ്യുവർ ആയിട്ടുള്ളൊരു പ്രതികാരം തന്നെയായിരുന്നു. അറബികളുടെ കപ്പല് നമ്മുടെ ഏതോ തുറമുഖത്തൂടെ പോയപ്പോഴത്തേക്കും ഇവിടെ ഉള്ള കടൽ കൊള്ളക്കാരന്മാര് കയറി അറ്റാക്ക് ചെയ്തു. ഇത് അവിടുത്തെ രാജാവിനത്ര പിടിച്ചില്ല. കയറി അടിച്ചിട്ട് വാടാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വന്ന് അടിച്ചത് നമ്മുടെ സിന്ധ് പ്രവശ്യയിലെ എല്ലാവർക്കും ദാഹം തീർത്തുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണനാണ് എന്നാണ് കോഡിലൂടെ പറഞ്ഞത്. അതാണ് സിന്ധ് പ്രദേശം. ദാഹം തീർത്തി എന്ന് പറഞ്ഞാൽ രാജാ ദാഹിർ. ബ്രാഹ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മൺ ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹമായിരിക്കും അവിടുത്തെ അവസാനത്തെ രാജാവും. അപ്പോ സിന്ധ് പ്രവശ്യയിലെ ബ്രാഹ്മൺ ഡൈനാസ്റ്റിയിലെ അവസാന രാജാവ് ആര് എന്ന് ചോദിച്ചാൽ രാജാ ദാഹിർ. സിന്ധ് പ്രവശ്യയിൽ എല്ലാവർക്കും ദാഹം തീർത്തുകൊണ്ടിരുന്ന ബ്രാഹ്മണൻ. ഓക്കെ, അപ്പോ ഈ യുദ്ധത്തിനെ ആരോ യുദ്ധം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യമായി അറബി വന്നടിച്ചത് ആരോ യുദ്ധം. അങ്ങനെ കണക്ട് ചെയ്യൂ. അദ്ദേഹം ചോദിച്ചു കാണും, നീ എന്തിനാണോ എന്നെ വന്ന് തല്ലുന്നത്? വല്ല കൊള്ളക്കാരനും നിന്നെ അവിടെ വെച്ച് അടിച്ച? അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ വന്ന് ആരടിക്കാൻ പറഞ്ഞാലും അടിച്ചോളാനാണ് പറഞ്ഞത്. ഞാൻ നിന്നെ കയറി അടിച്ചു. എങ്കിൽ അടുത്ത് വരുന്നവൻ ഇന്ത്യയിലെ ഖനി തട്ടിപ്പറിക്കാൻ വന്ന മുഹമ്മദ് ഗസ്നി. നീ ഖനി തട്ടിപ്പറിക്കാൻ വന്ന ഗസ്നി അല്ലടാ കള്ള എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ കള്ള എന്നൊക്കെ വിളിച്ചാണ്ടല്ലോ എനിക്ക് ദേഷ്യം വരുവേ. പിന്നെ നീ ആരാ? എടാ, ഞാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് AD 1000. അത് മില്ലേനിയമാണ്. 2000 ആണ്ടെന്നൊക്കെ പറയുന്ന പോലെ AD 1000. അവിടെ നിന്ന് 27 വർഷം 1027 വരെയാണ് ഞാൻ വരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിനുള്ളിൽ 17 തവണയെ ഞാൻ വന്നിട്ടുള്ളൂ. ആ 27 വർഷത്തിനുള്ളിൽ 27 തവണയും വന്നിരുന്നുണ്ടെങ്കിൽ ഒരു വാർഷിക കൊള്ള പദ്ധതിയായിട്ട് എന്നെ നീ കള്ളനെന്ന് വിളിക്കാം. പക്ഷെ ഞാൻ ആ 27 നിന്നും 10 കുറവുള്ള 17 പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ എന്നെ നീ എങ്ങനെ കള്ളന്ന് വിളിക്കോടാ എന്ന് ചോദിക്കും. അപ്പൊ നീ വന്നിട്ട് AD 1025 സോമനാഥ ക്ഷേത്രം കയറി വന്നിട്ട് അടിച്ചോണ്ട് പോയതോ? അപ്പൊ അദ്ദേഹം പറയും, ഇവിടെ 1000 മുതൽ വരുന്നതാണ്. 25 വർഷം തികയുമ്പോഴത്തേക്കും 1/4 നൂറ്റാണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു ആഘോഷം വേണ്ടേ? അത് മാത്രമല്ല, ചുമ്മാ വന്ന് പോകുമ്പോഴത്തേക്കും ഭയങ്കര ചെലവാണ്. അതുകൊണ്ട് ഞാൻ 20 ലക്ഷം ദിനാറിന് സമാനമായിട്ടുള്ള കാര്യം ഭീമന്റെ അണ്ടറിലിരുന്ന സോമനിൽ നിന്നും അടിച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. യെസ്, സോമനാഥ ടെമ്പിള് AD 1025 ഭീമ 1ന്റെ കൺട്രോളിലായിരുന്നു. അവിടെ നിന്നാണ് ഖനി തട്ടിപ്പറിക്കാമെന്ന ഈ ഗസ്നി അടിച്ചോണ്ട് പോയത്. എങ്കിൽ മൂന്നാമത് വന്നയാൾ ഇവിടെ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള തറക്കല്ലിടാനാണ് വന്നത് എന്നാണ് പറഞ്ഞത്. അതാണ് മുഹമ്മദ് ഗോറി. ഗ്ലോറിയസ് സാമ്രാജ്യം എന്നല്ലേ പറഞ്ഞത്. അതിന് അദ്ദേഹം വന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു. നമ്മുടെ തറയിലാണ് സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പൊ തറയിൽ യുദ്ധം തന്നെ ചെയ്യണം. അപ്പോ AD 1191 1 ഇടയ്ക്ക് ഒരു 9 പിന്നെയും ഒരു 1. അപ്പോഴാണ് ഒന്നാം തറയിൽ യുദ്ധം നമ്മുടെ തറയിൽ സംഭവിക്കുന്നത്. ഉറുമിയിലെ പൃഥ്വിരാജിനെയൊക്കെ പോലൊരു യോദ്ധാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അപ്പൊ പൃഥ്വിരാജിനെ പോലൊരാള് എന്നെ വന്ന് എതിർത്തു എന്ന് ഓർത്തോളൂ. പൃഥ്വിരാജ് ചൗഹാനാണ് വന്ന് അടിച്ചത്. അടിച്ച അടിയിൽ ആദ്യത്തെ പ്രാവശ്യം ഇയാള് ഓടി. പാവല്ലേ, വെറുതെ വിട്ടേക്കാന്ന് പറഞ്ഞ് പൃഥ്വിരാജ് ചൗഹാനും അങ്ങ് വിട്ടു. പക്ഷേ ഗോറിയുടെ മനസ്സിൽ പോറലും ഏറ്റിട്ടാണ് പോയത്. ഗോറി ചുമ്മാതിരിക്കത്തില്ല. പോയി പ്ലാൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. രണ്ടാം തറയിൽ യുദ്ധം AD 1192 നടക്കുന്നു. അവിടെയും 2 ഉണ്ട്. രണ്ടാം തറയിൽ യുദ്ധം പൃഥ്വിരാജ് ചൗഹാനെ ഗോറി തോൽപ്പിച്ചു, വധിച്ചു. ഇതാണ് പറയുന്നത്, ഇങ്ങനെയുള്ളവരെയൊന്നും ആദ്യത്തെ പ്രാവശ്യം വെറുതെ വിടരുത്, തിരിച്ചു വന്ന് പണി തരുമെന്ന്. അങ്ങനെ രണ്ടാം തറയിൽ യുദ്ധത്തില് നമ്മുടെ തറയിൽ ഗ്ലോറിയസ് ആയിട്ടുള്ള അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള തറക്കല്ലിട്ടു. അതിന് വിശ്വസ്തനായിട്ടുള്ള പിന്നിൽ നിന്നും കുത്താത്ത ഒരു അടിമ കുത്തബ്ദീൻ ഐബക്കിനെ ഇവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ജസ്റ്റ് ഒന്ന് മേൽനോട്ടം മാത്രം നീ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പക്ഷെ അദ്ദേഹം 1206 മരിക്കുകയാണ്. മുഹമ്മദ് ഗോറി
ഗോറി 1206 മരിച്ചു എന്ന് ഓർത്തോളൂ. അപ്പോഴത്തേക്കും ഈ അടിമയ്ക്ക് ലോട്ടറി അടിച്ചു. ഈ അടിമ പിന്നെ ചോദിക്കാനും പറയാൻ ആളില്ലല്ലോ. അദ്ദേഹം ഇവിടെ വന്നിട്ട് അടിമ വംശം അഥവാ മാംലൂക്ക് വംശം സ്ഥാപിച്ചു. അടിമ മാമൻ ലുക്ക് എന്ന് ഓർത്താലും മതി. ഓക്കെ, അപ്പൊ അടിമ വംശം സ്ഥാപിച്ചത് കുത്തബ്ദീൻ ഐബക്ക്, പിന്നിൽ നിന്നും കുത്താത്ത അടിമ എന്നാണ് പറഞ്ഞത്. അതേ തുടർന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അടുത്ത് വരുന്നത് ഇൽതുമിഷ്, ചാലീസ സ്ഥാപിച്ചത്. 40 വന്നിട്ട് വിദഗ്ധന്മാരുടെ ഒരു മിലിറ്ററി. ചാലീസ, ചാല് ഇല്ല് അങ്ങനെ പഠിക്കാനാണ് പറഞ്ഞത്. എങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്ന നാണയങ്ങൾ ഇൽ-തു എന്നാണ്. അതിൽ ഇല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതല്, തു എന്നാൽ തങ്ക. ഓക്കെ, ജിതല് വന്നിട്ട് കോപ്പറാണ്, തു തങ്ക എന്ന് പറഞ്ഞാൽ തങ്കമല്ല. അത് കഴിഞ്ഞ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെള്ളിയാണ് എന്നും ആണ് നമ്മൾ പഠിച്ചത്. എങ്കിൽ അദ്ദേഹം പാലും ബണ്ണും ഊട്ടി വളർത്തിയ ഒരു ബലവാനുണ്ട്, അതാണ് ബാൽബൺ എന്ന് നമ്മൾ പറഞ്ഞത്. ബാൽബൺ അങ്ങനെ ബലവാനാവുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ദൈവത്തിന്റെ നിഴലാണ്, പ്രതിപുരുഷനാണെന്നൊക്കെ സ്വയം തോന്നുമല്ലേ. അപ്പോ അദ്ദേഹത്തിന്റെ ആർമിയാണ് ദിവാനി ആരിസ്, ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ആർമി. ഈ ദിവാനി ആരിസ്, ഷാനി മണ്ടിയൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ ക്ലാസിന്റെ അവസാനം നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് കോഡിലൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ കേട്ടിരിക്കൂ. അപ്പൊ ദൈവത്തിന്റെ പ്രതിപുരുഷൻ, ബലവാൻ, പാലും ബണ്ണും കഴിച്ച് ബലവാനായവൻ. അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്ന ശിക്ഷയും അതുപോലെ ആയിരിക്കും. ബ്ലഡ് ആൻഡ് അയൺ, ഇരുമ്പും രക്തവും എന്ന ശിക്ഷാരീതി കൊണ്ടുവരുന്നതും ഈ ബലവാനാണ് എന്നതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അതേ തുടർന്ന് അടിമവംശത്തിന്റെ ഏറ്റവും അവസാനത്തെ രാജാവ് കൈക്കോവാദാണ്. പിന്നെ ഖിൽജി വംശം വരുന്നു. ജലാലുദ്ദീൻ ഖിൽജി, അദ്ദേഹമാണ് കൈക്കോവാദിനെ കൊന്നിട്ട് അധികാരത്തിലേക്ക് ഏൽക്കുന്നത്. ജലം പോലെ മൃദുവാണ്. ജലം എന്നാൽ മൃദുവല്ലേ? മൃദു നയം നടപ്പിലാക്കിയത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മരുമകൻ അത്ര മൃദുവല്ലായിരുന്നു. അദ്ദേഹത്തിനെ കൊന്നിട്ട് എല്ലാ അലമ്പും കാണിക്കുന്ന അലാവുദ്ദീൻ ഖിൽജി അധികാരത്തിലേറി. അദ്ദേഹം നാടുനീളെ ഓടി നടന്ന് അലമ്പ് കാണിച്ചു. അതിന് സൈന്യം വേണമല്ലോ. സൗത്ത് ഇന്ത്യ വരെ വന്നടിച്ച ആദ്യത്തെ സുൽത്താൻ രാജാവ് ആര് എന്ന് ചോദിക്കും. അതാണ് അലമ്പ് കാണിച്ച അലാവുദ്ദീൻ ഖിൽജി എന്നോർത്തോളൂ. അത് മാത്രമല്ല, ആ നാട്ടില് മെയിനായിട്ട് ചന്തപ്രദേശത്തൊക്കെ ആയിരിക്കും അലമ്പ് നടക്കുന്നത്. കമ്പോളങ്ങളല്ലേ, അവിടെ ഒന്നും ഒരു അലമ്പ് ഉണ്ടാക്കാതിരിക്കാനുള്ള സെറ്റപ്പും നടത്തിയത് അദ്ദേഹമാണ്. കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നത് അലാവുദ്ദീൻ ഖിൽജി. അതേ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അവിടെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു, അവരുടെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട്. മുന്തിയ ഇനം വ്യാപാരികളെ നോക്കാനായിട്ട് മുൻഹിയാന കൊണ്ടുവന്നു. ചാരന്മാർ മുന്തിയ ഇനം വ്യാപാരികളെ പിടിക്കാനായിട്ട്. അതെല്ലാം നമ്മൾ നോക്കി. അപ്പോ അലാവുദ്ദീൻ ഖിൽജി വരെയാണ് നമ്മളിപ്പോ നിന്നിട്ടുള്ളത്. ഇനി ഖിൽജി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി, അദ്ദേഹത്തെയും കൊന്നിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഗ്ലക്ക്. തുഗ്ലക്ക് വംശത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം ഈ വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഓക്കെ, ജയിക്കുമ്പോഴത്തേക്കും ഹിയ എന്ന് പറഞ്ഞ് ജയിച്ചു എന്നോർത്തോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കേണ്ടത് വന്നിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, പിന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക്. റോസ് കൊടുക്കും കേട്ടോ. അപ്പൊ റോസ് വളർത്താൻ വേണ്ടി കനാലൊക്കെ വേണം. നമുക്ക് രസകരമായിട്ട് തന്നെ പഠിക്കാം. അപ്പോ ഡൽഹി സുൽത്താനേറ്റിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വന്നിട്ട് മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയിൽ നിങ്ങൾ നോക്കിയാൽ മതിയാവും. അവിടെ ഈ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ നോട്ട് ഞാൻ അവിടെ അയച്ചേക്കാം. എങ്കിൽ നമുക്ക് തുഗ്ലക്ക് വംശം മുതൽ തുടങ്ങാം. അപ്പൊ തുഗ്ലക്ക് വംശത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഖിൽജി വംശത്തിലെ അവസാനത്തെ രാജാവായ നസീർ ഉദ്ദീൻ ഖുസ്രു ഷായെ വധിച്ചുകൊണ്ട് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് അധികാരത്തിലേക്ക് ഏറുമ്പോഴാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമം ഗാസി മാലിക് എന്നാണ്. അതിലും ഗാ ഉണ്ട് കേട്ടോ. ഗിയാസുദ്ദീൻ ഗാസി നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ഖിൽജി വംശത്തിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? നസീർ ഉദ്ദീൻ ഖുസ്രു ഷാ. കുറുവിയിരുന്ന ഷാ എന്ന് ഓർത്താൽ മതി. എനിക്ക് വയ്യ. കുറുവിയിരുന്ന അയാളെ പോയിട്ടാണ് ഇയാൾ വന്നിട്ട് കൊന്നത്. നമ്മൾ പറഞ്ഞു അലാവുദ്ദീൻ ഖിൽജി മരിക്കുന്നത് 1316 1316. അതിനുശേഷം അവിടെ ബലവാനായിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ നല്ല രാജാക്കന്മാരാരും വന്നിട്ടില്ല. അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടിയിട്ട് എല്ലാ കാഫിർ വേലയും കാണിച്ചുകൊണ്ടിരുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥൻ മാലിക് കഫൂർ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അദ്ദേഹവും മരണപ്പെടുകയാണ്. പിന്നെ തുടർന്ന് വന്ന ഖുസ്രു ഖാനും വയ്യ. ഓക്കെ, ആ ഗ്യാപ്പിൽ വന്നിട്ട് നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ തുഗ്ലക്ക് സാമ്രാജ്യം ആരംഭിച്ചു എന്ന് ഓർത്തോളൂ. അപ്പോ തുഗ്ലക്ക് സാമ്രാജ്യം ആരംഭിച്ചതാര്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഹിയ എന്ന് പറഞ്ഞു ജയിക്കുമ്പോഴത്തേക്ക്, അങ്ങനെയല്ലേ പറഞ്ഞു. അതാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്ന് ഓർത്തോളൂ.
അപ്പൊ തുഗ്ലക്ക് സാമ്രാജ്യം ആരംഭിക്കുന്നത് 1320 ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഭരണകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1320 തുടങ്ങി നമ്മുടെയൊക്കെ മിനിസ്റ്റർമാര് ഭരിക്കുന്ന പോലെ 5 വർഷം 1325 AD വരെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണവും അതുപോലെ തന്നെയാണ്. പന്തലുണ്ടല്ലോ, തടി കൊണ്ടുള്ള പന്തൽ, പവലിയൻ തകർന്ന് വീണാണ് അദ്ദേഹം മരിക്കുന്നത്. മരിക്കുന്ന സമയത്തും ഇത് പവലിയനൊക്കെ ദേഹത്ത് വന്ന് വീഴുമ്പോഴത്തേക്കും പപ്പടം പോലെ പൊടിയുമല്ലേ, കിയ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവും മരിക്കുന്നത്. അത് വെച്ച് ഓർത്താൽ മതി. ഇത് അദ്ദേഹത്തെ തുടർന്ന് വരുന്ന അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കൊന്നതാണെന്നും പറയുന്നുണ്ട്. അപ്പൊ പുള്ളി പറയും, അയ്യോ എനിക്കൊന്നും അറിയില്ല. കാരണം അദ്ദേഹം ബുദ്ധിമാനായിട്ടുള്ള വിഡ്ഢിയാണ്. വിഡ്ഢി വേഷം ചമയുമെന്നുണ്ടെങ്കിലും ബുദ്ധിമാനാണ്. അപ്പൊ അദ്ദേഹം കൊന്നതെന്നും പറയുന്നുണ്ട്, അല്ലെന്നും പറയുന്നുണ്ട്. അപ്പോ ഇതാണ് നമുക്ക് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്ന് ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ തുഗ്ലക്ക് സാമ്രാജ്യം പടുത്ത ആളാണല്ലേ. അപ്പൊ തുഗ്ലക്കാബാദ് ആരാണ് പണി കഴിപ്പിച്ചതെന്ന് ചോദിക്കും. തുഗ്ലക്ക് വംശത്തിലെ ആദ്യത്തെ രാജാവ് അല്ലെങ്കിൽ ഈ സാമ്രാജ്യം പണിത രാജാവ് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് പണി കഴിപ്പിച്ചത്. ഓക്കെ, അപ്പൊ അതേ തുടർന്ന് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1325 മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഇദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാനുണ്ട്. വളരെ രസകരമാണ് ഇദ്ദേഹത്തിന്റെ കഥ കേട്ടിരിക്കാൻ. വളരെ ബുദ്ധിമാനാണ്, ജീനിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പല ഐഡിയയും വന്നിട്ട് കാലത്തിന് മുന്നേ സഞ്ചരിച്ചു പോയി. അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോ വൻ അബദ്ധങ്ങൾ സംഭവിക്കും അല്ലേ. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. 1325 മുതൽ 1351 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണം. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് 1320 കയറി 5 വർഷക്കാലം 25. ഇദ്ദേഹം വന്നിട്ട് അതിന്റെ സ്ക്വയർ ഉണ്ടല്ലോ, ആ 25 പിന്നെ ഒരു വർഷം കൂടെ ഇരുന്നു അധികം. 1325 മുതൽ 1351 വരെയുള്ള 26 വർഷക്കാലം. അങ്ങനെ ഓർത്താൽ മതി. ഇദ്ദേഹത്തിന്റെ നാമമാണ് ജൗന ഖാൻ. ഞാൻ ചുണയുള്ളവനാണ്, അതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പൊ എല്ലാരും പറയും മന്ദബുദ്ധിയാ നീ. അല്ല, ഞാൻ ചുണയുള്ളവനാണെന്ന് ഇയാൾ പറയും. മുഹമ്മദ് ബിൻ എന്നാൽ ബുദ്ധി എന്നും ഓർത്തോളൂ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഡ്ഢി എന്നും കണക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് ബിൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ഓർക്കാമല്ലോ. ഇദ്ദേഹം കാണിച്ച ആദ്യത്തെ മണ്ടത്തനത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഡൽഹി സുൽത്താനേറ്റ് അല്ലേ, അപ്പൊ ഡൽഹിയിലല്ലേ ക്യാപിറ്റൽ ഇരിക്കേണ്ടത്. ഇദ്ദേഹം അവിടെ നിന്ന് ദൗലത്താബാദ് അഥവാ ദേവഗിരിയിലോട്ട് ക്യാപിറ്റല് ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനെ ഓർത്താൽ മതി. ഡൽഹി അത്ര പോരാ, ദൈവങ്ങൾ ഉലാത്തുന്ന സ്ഥലമുണ്ട്. ദൈവം എന്നാൽ ദേവഗിരി, അതിന്റെ മറ്റൊരു പേര് ഉലാത്തുക എന്നാൽ ദൗലത്താബാദ്. അങ്ങോട്ടേക്ക് മാറ്റി. ഇത് മംഗോളിയന്മാരുടെ അറ്റാക്ക് തടയാനും ഡെക്കാൻ പ്രവശ്യ എല്ലാം വന്നിട്ട് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഇദ്ദേഹം അങ്ങോട്ട് പോയത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള മിലിറ്ററി, സൈന്യം, ആൾക്കാരെ, അവിടെയുള്ള വന്നിട്ട് വലിയ വലിയ വ്യാപാരികള്, ജനങ്ങളെ മുഴുവൻ തൂക്കിയെടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. പോകുന്ന സമയത്ത് കൊടും വരൾച്ച വന്നു. പലർക്കും താങ്ങാനായിട്ടായില്ല. അങ്ങനെ പ്രാരാബ്ധമെല്ലാം കാരണം ഒരുപാട് പേര് മരണപ്പെട്ടു. പിന്നെ അവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം റിവേഴ്സ് അടിക്കുകയായിരുന്നു. ദൗലത്താബാദ് അഥവാ ദേവഗിരിയിൽ നിന്നും ഡൽഹിയിലോട്ട് തിരിച്ചും വന്നു. ഇവിടെ ദൈവങ്ങളൊന്നും ഉലാത്തുന്നില്ല എന്ന് പറഞ്ഞ് എന്നും ഓർത്തോളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നം നടന്നപ്പോഴത്തേക്കും ഇത് പരിഹരിക്കാനായിട്ട് കുറച്ച് കാശ് വേണം. ഇദ്ദേഹം അടുത്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോബാബ് നികുതി പരിഷ്കാരം കൊണ്ടുവന്നു, അഥവാ ഡോബ് ടാക്സേഷൻ. ഡോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ യമുന പ്രദേശത്ത് വന്നിട്ട് ഈ രണ്ട് നദികളുടെയും ഇടയിൽ വന്നിട്ട് ധാരാളം സ്ഥലങ്ങൾ ഉണ്ടാവും. അത് ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളാണ്, കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പൊ ആ മേഖലയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്കെല്ലാം വന്നിട്ട് 50% നികുതി എക്സ്ട്രാ അടിച്ചു കൊടുത്തു. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലമല്ലേ, അപ്പൊ അവിടെയൊക്കെ നല്ല വരുമാനം കാണും. 50% എക്സ്ട്രാ ഇനി പോലും ടാക്സ് വരണമെന്ന്. അവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ ഇതെല്ലാം നശിക്കുകയല്ലേ ഉള്ളൂ. അങ്ങനെ നികുതി കൊടുക്കാനായിട്ട് മടിച്ച് പലരും പേടിച്ച് കാട് കയറി എന്നാണ് പറയുന്നത്. അങ്ങനെ മൊത്തത്തില് പ്രശ്നമായപ്പോഴത്തേക്കും ആ ഭാഗത്തുള്ള കൃഷിയുടെ കാര്യവും ഏകദേശം തീരുമാനമായി. അപ്പൊ അവരുടെ കാര്യത്തിലും തീരുമാനമാക്കി കൊടുത്തു ഇദ്ദേഹം. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഇങ്ങേർക്ക് ഒരു ഐഡിയ തോന്നി, ഇനി കർഷകരെ കയ്യിലെടുക്കണം. അപ്പൊ ആരും വിഷമിക്കണ്ട, എല്ലാവർക്കും പൈസയാണ് പ്രശ്നം എന്നുണ്ട് എങ്കിൽ ഞാൻ നല്ല രീതിയിലുള്ള കറൻസി ഇവിടെ അടിച്ചിറക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ടോക്കൺ കറൻസി. ഓക്കെ, അദ്ദേഹം വന്നിട്ട് ടോക്കൺ കറൻസികൾ വന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ വിനിമയത്തിന് കൊടുത്തു. ഇതിന് മുന്നേ ഉള്ള ഇൽത്തുമിഷൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഈ രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള വിനിമയത്തിനൊക്കെ ആയിരിക്കും. ജനങ്ങളുടെ ഇടയിൽ കൂടുതലും ബാർട്ടർ സിസ്റ്റമാണ് നിന്നിട്ടുള്ളത്. ഇദ്ദേഹം മുഴുവൻ കറൻസിയും വന്നിട്ട് ടോക്കൺ കറൻസി എന്ന് പറയും, ജനങ്ങളുടെ ഇടയിലേക്ക് ഒഴുക്കി കൊടുത്തു. ഇത് വരുമ്പോഴത്തേക്കും അന്നും ജനങ്ങളിൽ ഗജ ഫ്രോഡുകൾ ഉണ്ടായിരുന്നു. യവന്മാർ ഇതേപോലത്തെ കള്ള നാണയങ്ങൾ വെച്ചിട്ട് അത് യവന്മാരുടെ കയ്യിൽ നിന്നും അടിച്ചിറക്കി മൊത്തത്തിൽ വന്നിട്ട് പണപ്പെരുപ്പം ഉണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നില്ല, അങ്ങനെ അതും ചീറ്റി. എങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഈ ടോക്കൺ കറൻസി ഇറക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
കുബ്ലൈ ഖാൻ ആണ് ചൈനയിലെ യുവാൻ ഡൈനാസ്റ്റി. ചൈനയുടെ ഡോളർ വന്നിട്ട് നാണയം വന്നിട്ട് യുവാൻ എന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പൊ അതേപോലത്തെ ഡൈനാസ്റ്റിയിലുള്ള കുബ്ലൈ ഖാൻ അല്ലെങ്കിൽ ചൈനയിലെ KK ആണ് അടിച്ചിറക്കിയത്. അതും കണ്ടുകൊണ്ട് നമ്മുടെ ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇവിടെ അടിച്ചിറക്കി. മൊത്തത്തില് അടപടലം തേഞ്ഞു അല്ലെന്നല്ലേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഇതും കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് തോന്നി ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റണം. കർഷകരും ആകെ കൂടെ വന്നിട്ട് മൊത്തത്തിൽ കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. അപ്പം അവർക്ക് തക്കതായിട്ടുള്ള ലോണ് കൊടുത്ത് അവരെ സഹായിക്കാന്ന് പറഞ്ഞ് കർഷകർക്ക് വേണ്ടിയിട്ട് തഖാവി ലോണ് കൊണ്ടുവന്നു. ആദ്യം ഡോബ് ഏരിയയിലുള്ള കർഷകർക്ക് വന്നിട്ട് അദ്ദേഹം എന്ത് നികുതിയാണ് കൊണ്ടുവന്നത്? ദോവാബ് നികുതി കൊണ്ടുവന്ന് അവരെ കഷ്ടപ്പെടുത്തി. അങ്ങനെ പലരും കാട് കയറിയപ്പോഴത്തേക്കും പിന്നെ അവരെ സംരക്ഷിക്കാനായിട്ട് തക്കതായിട്ടുള്ള ലോണ് കൊടുത്തു. അതാണ് തഖാവി ലോണ്. ഇതും കഴിഞ്ഞ് ആരും വന്നിട്ട് ഹാപ്പി ആയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി കുറച്ച് മതേതരമാവാം, അപ്പോഴേ ജനങ്ങൾ ഇംപ്രസ് ആവുന്ന. അങ്ങനെ ആദ്യമായിട്ട് ഹിന്ദു ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഹോളിയിൽ ഇദ്ദേഹം പങ്കെടുത്തു. തിരിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരും മുഖത്ത് വന്നിട്ട് ചായയൊക്കെ പൂശി കൊടുത്തു. രാജാവിനെയാണ്. അപ്പോഴും പറഞ്ഞു ബുദ്ധിമാനായ വിഡ്ഢി, ആരെങ്കിലും രാജാവിന്റെ ദേഹത്ത് ചായ പൂശാനായിട്ട് നിന്ന് കൊടുക്കൂ. അപ്പൊ ഹോളിയിൽ പങ്കെടുത്തതും ഈ ബിൻ തുഗ്ലക്ക് ബുദ്ധിമാനായ വിഡ്ഢിയാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ ഇതും കഴിഞ്ഞു. പിന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതി നിരോധനത്തിന് വേണ്ടിയിട്ട് മുമ്പിട്ടിറങ്ങിയ സുൽത്താനും ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മതേതരത്വം എന്തെന്ന് പറഞ്ഞാൽ ഹോളിയിൽ പങ്കെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സതി നിരോധനത്തിന് വേണ്ടി മുമ്പിട്ടിറങ്ങി. പക്ഷെ അത്ര സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. ആര് പറഞ്ഞ കേൾക്കാലോ, അന്നത്തെ കാലമല്ലേ, അത് നിരോധിക്കേണ്ട സാധനം തന്നെ ആയിരുന്നില്ലേ. അപ്പൊ സതി നിരോധനത്തിനും അദ്ദേഹം മുമ്പിട്ടിറങ്ങി എന്ന് ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സഭയിലേക്ക് വന്ന ട്രാവലർ ആര് എന്ന് ചോദിക്കും. അതാണ് ഈ ബൻ ബത്തൂത്ത. ബിൻ തുഗ്ലക്ക്, അതിലും ബായും തായും ഉണ്ടല്ലോ. ബത്തൂത്ത, അതിലും ബായും തായും ഉണ്ട്. നമ്മള് വിദേശ സഞ്ചാരികളെ കുറിച്ചിട്ട് ഒരു ക്ലാസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കോഡിലൂടെയാണ് ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, കണ്ടോളൂ. ഓക്കെ, അപ്പോ ഇബൻ ബത്തൂത്ത ഇന്ത്യയിലേക്ക് വന്ന വർഷം 1333 ഉണ്ട് കേട്ടോ. 1333 ഇബൻ ബത്തൂത്ത ഇന്ത്യയിലേക്ക് വന്നത്. അദ്ദേഹം 8 വർഷം അദ്ദേഹത്തിന്റെ സഭയിലെ ഖോസി ജഡ്ജായിട്ട് ഇരുന്നു എന്നും ഓർത്തോളൂ. ഈ പദവികളെല്ലാം നമുക്ക് നോക്കേണ്ടതുണ്ട്. ക്ലാസിന്റെ അവസാനം ഞാൻ വന്നിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു തരാം. എങ്കിൽ ഇബൻ ബത്തൂത്ത എഴുതിയ പുസ്തകം ചോദിക്കും. അത് യാത്രാ വിവരണമാണ്. അതിന്റെ പേരാണ് റഖ്ല. ബത്തൂത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പുക എന്ന് ഓർത്തോളൂ. കാണുന്നവരെല്ലാം തു എന്ന് പറഞ്ഞ് തുപ്പിക്കൊണ്ട് പോവും. അതാണ് ബത്തൂത്ത. അപ്പൊ എല്ലാരും പറഞ്ഞു എവന്റെ റിലേ അടിച്ചു പോയി, അവന് വട്ടാണെന്ന്. അതാണ് റഖ്ല. ബത്തൂത്ത തുപ്പുന്നവർ എഴുതിയ ബുക്ക് റഖ്ല, റിലേ അടിച്ചു പോയി എന്നും ഓർത്തോളൂ. എങ്കിൽ ഈ റിലേ അടിച്ചു പോയി എല്ലാരും തുപ്പുന്ന ബത്തൂത്തയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളത്തിലും സഞ്ചരിച്ചത് എന്ന് ഓർത്തോളൂ. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള സഞ്ചാരി ആര് എന്ന് ചോദിക്കും. എല്ലാവരെയും തുപ്പാൻ ബത്തൂത്ത വന്നു എന്നും ഓർക്കൂ. ഓക്കെ, അദ്ദേഹത്തിന്റെ സൈനിക പരീക്ഷണങ്ങൾ ഇതിനേക്കാളും വലിയ കോമഡി ആയിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെഡീഷൻ, പര്യടനങ്ങൾ അദ്ദേഹം ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ ഏരിയ മുഴുവൻ വന്നിട്ട് ഈ ടിബറ്റുകാരും ചൈനക്കാരൊക്കെ കയറി കൈയടക്കുകയാണ്. അപ്പൊ അവന്മാര് കൈയടക്കാതിരിക്കാനായിട്ട് നമുക്ക് നേരത്തെ ആ മല കയറി അങ്ങ് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ സൈനികരെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി പര്യടനം നടത്തി. അതിന്റെ പേരാണ് കരാച്ചിൽ എക്സ്പെഡീഷൻ. അപ്പൊ ആ ഭാഗത്തെ സൈനികന്മാരുടെ കരച്ചിലിന് തന്നെ അത് കാരണമായി എന്ന് ഓർത്തോളൂ. 1,00,000 പേരുണ്ടായിരുന്നു, 1,00,000-ഓളം പേര്. അതില് ഭൂരിഭാഗം ആൾക്കാരും മരിച്ചുപോയി. ഇത് കണ്ട് ചൈനക്കാരന്മാരും ടിബറ്റുകാരന്മാരും പറഞ്ഞു നമ്മളാരും അവിടെ കയറി ഒന്നും ചെയ്യണ്ട, കൊടും തണുപ്പുള്ള പ്രദേശമാണ്, അവന് ഭ്രാന്താണ്, ആൾക്കാർ വന്നിട്ട് ഈ തണുപ്പത്ത് തന്നെ മരിച്ചു പോകും, പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ പിടിക്കണേന്ന്. അതുപോലെ തന്നെ ഈ കരച്ചില് സൈനികരുടെ കരച്ചിലിന് കാരണമായി എന്നും ഓർത്തോളൂ. ഞാൻ കോഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, എങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖൊറാസൻ എക്സ്പെഡീഷൻ. ഇത് പേർഷ്യയിലെ ഖൊറാസൻ ഏരിയ പിടിക്കാനായിട്ട്. ഈ ഖുറേഷികളൊക്കെ ഉള്ളത് പേർഷ്യയില്ലേ, അങ്ങനെയും ഓർത്തോളൂ. അപ്പൊ അവിടെ കുറെ സൈനികരെ മുൻകൂറായിട്ട് പണം കൊടുത്ത് അവിടെ കൊണ്ട് ഇട്ടിരുന്നു എന്നും ഓർത്തോളൂ. 1ഉം 2ഉം അല്ല, 3,70,000 സൈനികർക്കാണ് നേരത്തെ കാശ് കൊടുത്തു. നല്ല ആത്മാർത്ഥത വേണം കേട്ടോ. ഈ പൈസയൊക്കെ നേരത്തെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആത്മാർത്ഥത തോന്നാനാണ്. അവന്മാർ ഈ പൈസ വാങ്ങിച്ച് പുട്ടടിച്ചിട്ട് അവിടെ പോയി ചുമ്മാ ഇരുന്നു. അതും വന്നിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി. അതാണ് കുറെ സൈനികർക്ക് മുൻകൂറായി പണം കൊടുത്താൽ ഖൊറാസൻ എക്സ്പെഡിഷൻ, കുറെ സൈനികർ എന്നും ഓർത്തോളൂ. എങ്കിൽ ഹിമാലയൻ ഏരിയയിൽ സൈനികർ മുഴുവൻ കരച്ചിലായിരുന്നു. അതാണ് കാരാച്ചിൽ എക്സ്പെഡീഷൻ എന്നും ഓർത്തോളൂ. ഈ ഖൊറാസൻ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞാൽ പേർഷ്യയിലെ ഖൊറാസൻ ഏരിയ കീഴ്പ്പെടുത്താനായിട്ട് അദ്ദേഹം രൂപീകരിച്ച മിലിറ്ററിയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യം വന്നിട്ട് അദ്ദേഹം ഈ സ്ഥലം മാറ്റിയത് എവിടെയാണ്? ഡൽഹിയിൽ നിന്നും ദൗലത്താബാദ് അഥവാ ദേവനാഗിരി അല്ലേ,
ദേവന്മാർ ഉലാവുത്തുന്ന സ്ഥലം എന്നല്ലേ നമ്മൾ പഠിച്ചത്. അത് എത്രാമത്തെ പ്രവർഷയാണ് എന്ന് ചോദിക്കും. അദ്ദേഹത്തിന്റെ കീഴിലുള്ളതിലെ 23ാമത്തെ പ്രവിശ്യയാണ് ഈ ദൗലത്താബാദ്. 2-3 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു എന്നോർത്തോളൂ. അതാണ് 23. ഈ തുഗ്ലക്ക് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൽ ഏറ്റവും കൂടുതൽ പ്രവിശ്യ ഉണ്ടായിരുന്നതും ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനാണ്. അതും ഒരു കാരണമാണ്. പ്രവിശ്യകൾ നീളുമ്പോഴത്തേക്കും വന്നിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഷ്ടമായിരിക്കട്ടെ. ഓക്കെ, അപ്പൊ അത്രയും ചെറിയ ചുരുങ്ങിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നല്ല രീതിയിലുള്ള വെൽഫെയർ ഒക്കെ ജനങ്ങൾക്ക് നൽകിയിട്ട് ഭരിക്കാൻ പറ്റും. ഇത് വലുതാവും തോറും വന്നിട്ട് മാനേജ് ചെയ്യുന്നത് കഷ്ടമാണ്. കൃത്യമായിട്ടുള്ള ആസൂത്രണം വേണം. അദ്ദേഹത്തിന് ആസൂത്രണമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജീനിയസ് ആണ്. പക്ഷെ എല്ലാം കാലത്തിന് മുന്നേ പെയ്ത മഴ എന്ന് പറയുന്ന പോലെ എല്ലാം നേരത്തെ ആയിപ്പോയി. അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എങ്കിൽ വന്നിട്ട് കുംബ്ലൈ ഖാനാണ് അദ്ദേഹത്തിന്റെ എന്താണ് ടോക്കൺ കറൻസി അദ്ദേഹം അടിച്ചു മാറ്റിയത് കുംബ്ലൈ ഖാന്റെ ആശയം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അത് ചൈനയിലുള്ള അനിൽ കുംബ്ലൈ പോലത്തെ ഒരു കുംബ്ലൈ ആണ് എന്നും ഓർത്ത് കണക്ട് ചെയ്ത് വെച്ചോളൂ. അല്ലെങ്കിൽ ചൈനയിലെ KK ആണ്. എങ്കിൽ അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്, ചരിത്രകാരന്മാര് വിശേഷിപ്പിച്ചിരുന്നത്, ഞാൻ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിച്ചു. വൈരുദ്ധ്യങ്ങളുടെ ഒരു മിശ്രിതം തന്നെയാണ് ഇദ്ദേഹം എന്ന് വിശേഷിപ്പിച്ചു. ഇവിടെ നിന്ന് എല്ലാവരെയും കൂട്ടിയിട്ട് തലസ്ഥാനത്തിൽ മാറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. വൈരുദ്ധ്യങ്ങളുടെ മിശ്രിതം, കൺഫ്യൂസ്ഡ് ജീനിയസ്, എന്താണ് ചെയ്യണതെന്ന് കൺഫ്യൂസ് ആയി പോയ ഒരു ജീനിയസ് ആണ് എന്നും പറയുന്നുണ്ട്. പിന്നെ പ്രിൻസ് ഓഫ് മണിയേഴ്സ് അഥവാ നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, നാണയമൊക്കെ അങ്ങ് അടിച്ചിറക്കിയില്ലേ ജനങ്ങളുടെ ഇടയിൽ. അപ്പൊ അങ്ങനെയും ചരിത്രകാരന്മാര് വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചത് 1351 മാർച്ച് 20-നാണ്. 1325 കയറി എന്നിട്ട് വീണ്ടും 25 വർഷവും കഴിഞ്ഞ് 1 വർഷം കൂടെ ഭരിച്ചു. അതാണ് 1351 മാർച്ച് 20-ന് അദ്ദേഹം മരണപ്പെട്ടു. അതും വന്നിട്ട് സിന്ധ് പ്രദേശത്തെ തട്ടയിൽ വെച്ചാണ് അദ്ദേഹം തട്ടിപ്പോയത്. ഓക്കെ, ടാഗി എന്ന തുർക്കി അടിമയെ വകവരുത്താൻ വേണ്ടിയിട്ട് അവിടെ പോയി ആസൂത്രണം ചെയ്തതിനിടയ്ക്കാണ് രോഗബാധിതനായിട്ട് മരിച്ചത്. അപ്പോ അതും ഒരു കോമഡി ആയിരുന്നു. ടാഗിയെ വകവരുത്താൻ വേണ്ടിയിട്ട് അവിടെ പോയതാണ്. ആ പോയ വഴിക്ക് അദ്ദേഹം തന്നെ തട്ടിപ്പോയി. അതാണ് തട്ടയിൽ വെച്ച് തട്ടിപ്പോയി എന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായിട്ട് വരുന്ന അദ്ദേഹത്തിന്റെ കസിൻ ആയിട്ടുള്ള ഫിറോസ് ഷാ തുഗ്ലക് ആണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ എക്സിക്യൂഷൻ ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓർക്കാം. ഫിറോസ് എന്നാൽ അതിലൊരു റോസ് ഉണ്ടല്ലോ, റോസ്. അപ്പൊ അദ്ദേഹം ആ റോസ് വെച്ചിട്ട് ഓർത്താൽ മതി. അദ്ദേഹം അഗ്രികൾച്ചറിനും ഈ പൂന്തോട്ടത്തിനൊക്കെ വളരെ അധികം വന്നിട്ട് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ധാരാളം അഗ്രികൾച്ചർ, ഓർക്കിഡ് ഫാംസ് 1200ഓളം ഫ്രൂട്ട് ഗാർഡന്, പിന്നെ അഗ്രികൾച്ചർ ഒക്കെ വന്നു. ആ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിനെ പരിപാലിക്കുന്ന ആൾ എന്ന് ഓർത്തോളൂ. അപ്പൊ ഈ റോസ് ഒക്കെ വന്നിട്ട് നട്ടു വളർത്താനായിട്ട് ധാരാളം ജലം വേണം അല്ലേ. അപ്പൊ അദ്ദേഹമാണ് വെല്ലായിട്ട് എക്സിക്യൂട്ടീവ് ചെയ്ത് ജലസേചനം നാട് നീളെ കൊണ്ടുവന്ന സുൽത്താൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറോസ് ഷാ തുഗ്ലക്. ആ റോസ് വളർത്താൻ ജലം വേണം. 150 മൈല് നീളമുള്ള യമുന ഹിസാർ, ഹരിയാന ഏരിയയിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ജലസേചന പദ്ധതിയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോ അത് മാത്രമല്ല, അദ്ദേഹം ധാരാളം പേർക്ക് താങ്ങായിട്ടുള്ള ധാരാളം പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. ദിവാൻ ഇ ഖൈറാത്ത് എന്ന പദ്ധതി കൊണ്ടുവരുന്നതും അദ്ദേഹമാണ്. അത് സ്ത്രീകൾക്ക്, പിന്നെ വന്നിട്ട് വിധവകൾക്ക്, അനാഥർക്കെല്ലാം വന്നിട്ട് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് നൽകുന്ന പദ്ധതിയാണ്. അപ്പൊ ആരുമില്ലാത്തവർക്ക് കൈത്താങ്ങായ പദ്ധതിയാണ് ദിവാനി ഖൈറാത്ത്. അതിലൊരു കൈ ഉണ്ടല്ലോ, സ്ത്രീകൾ, വിധവകൾ, പിന്നെ കുട്ടികൾ, പിന്നെ വന്നിട്ട് അനാഥകർ എന്നിവർക്കൊക്കെ കാശ്, പിന്നെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതാണ് കൈത്താങ് എന്ന് പറഞ്ഞത്. ദിവാന്റെ കൈത്താങ് ദിവാൻ ഇ ഖൈറാത്ത്. എങ്കിൽ ദാറുൽ ഷിഫിയ എന്ന് പറഞ്ഞ് ഫ്രീ ഹോസ്പിറ്റൽ പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നു. ഷിഫ്റ്റ് അനുസരിച്ചല്ലേ ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്നത്. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഷിഫ്റ്റ് അനുസരിച്ച് പണിയെടുക്കുന്ന ഹോസ്പിറ്റൽ ദാറുൽ ഷിഫിയ. ഓക്കെ, അല്ലെങ്കിൽ ആശ്വാസമാണ് ഷിഫിയ എന്നും ഓർത്തോളൂ. എങ്കിൽ ദിവാനി ബന്ധകൻ കൊണ്ടുവന്നതും അദ്ദേഹമാണ്. അത് 1,80,000-ഓളം അടിമകളെ വെച്ചിട്ട് സ്ലേവിന്റെ ആർമിയുടെ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു. അടിമയായിട്ട് നിന്നവരൊക്കെ പറഞ്ഞു, ഇനി ഉദ്യോഗം തരാം, നിങ്ങൾ ഇനി വന്നിട്ട് വെറും അടിമയല്ല, നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നിങ്ങൾ ആർമിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയും അദ്ദേഹം ദിവാനി ബന്ധകൻ കൊണ്ടുവന്നു എന്ന് ഓർത്തോളൂ. ബന്ധനസ്ഥനായവരെ 1,80,000 അടിമകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ദിവാനി ബന്ധകൻ, ബന്ധനസ്ഥൻ, അടിമ എന്നൊക്കെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് ബ്യൂറോയും അദ്ദേഹം ഓപ്പൺ ചെയ്തു. അപ്പൊ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമായി. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റോസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫിറോസ് അല്ലേ, അപ്പൊ റോസ് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു തനിഗുണം കാണുന്നത് എന്നും ഓർത്തോളൂ. അദ്ദേഹം അങ്ങനെ പോയ എല്ലാവർക്കും സക്കാത്ത് നികുതി അടിച്ചു കൊടുത്തു. നമ്മുടെ പഴയ മലയാള സിനിമയിലൊക്കെ പറയല്ലോ, നിന്റെ ചക്കാത്ത് വാങ്ങിക്കാനൊന്നും അല്ല വന്നത്. അതുപോലെ തന്നെയാണ് സക്കാത്ത് നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ 2.5% വന്നിട്ട്
ദരിദ്രർക്ക് ദാനം നൽകണം. ശരിയ നിയമപ്രകാരമാണ്, ഇസ്ലാമിക് നിയമപ്രകാരമുള്ള ഇതാണ് കൊണ്ടുവന്നത്. സക്കാത്ത് ടാക്സ് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോ ഇസ്ലാമിലുള്ള ആൾക്കാരാണ് സക്കാത്ത് നൽകേണ്ടത്. ബാക്കിയുള്ള മതക്കാരൊക്കെ പറഞ്ഞു, ഓ നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് റോസ് കൊടുത്തിട്ട് പോവാം. അപ്പൊ പുള്ളി പറഞ്ഞു, അങ്ങനങ്ങ് പോയാലോ. അപ്പൊ എല്ലാവരും നിന്നു. നിങ്ങളൊന്നും ഇനി ഈസി ആയിട്ട് ദൈവത്തിനെ തൊഴണ്ട, അതുകൊണ്ട് നിങ്ങൾക്ക് ജസിയ നൽകി എന്ന് ഓർത്തോളൂ. ദൈവത്തിന് റോസും കൊണ്ട് ഈസി ആയിട്ട് പോകണ്ടെന്ന് ഫിറോസ് പറഞ്ഞു. ഈസി എന്നാൽ ജസിയ ഏർപ്പെടുത്തി. അന്യ മതസ്ഥർക്ക് വന്നിട്ട് ആരാധന നടക്കുമ്പോഴത്തേക്കും ജസിയ എന്ന ടാക്സ് കെട്ടണം നോൺ മുസ്ലിംസിന് എന്നും ഓർത്തോളൂ. എങ്കിൽ ലാൻഡ് ടാക്സ് ഉണ്ട്, അതാണ് ഖരാജ്. കരം പിരിക്കാൻ വേണ്ടിയിട്ട്, കരം പിരിക്കുക എന്നല്ലേ പറയുന്നത്, അത് കൊണ്ടുവന്നതും ഖരാജാണ്. റോസ് കൊടുക്കാൻ പോയപ്പോഴത്തേക്കാണ് ഇത്രയും ടാക്സുകൾ അടിച്ചു കൊടുക്കുന്നത്. എങ്കിൽ ഖാം എന്ന വാർ ബൂട്ടി അഥവാ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നതിന്റെ 20%, 1/5 അദ്ദേഹം ദരിദ്രർക്ക് നൽകിയിരുന്നു. അതാണ് ഖാം. യുദ്ധത്തിൽ വരുമ്പോഴത്തേക്കും കാമാവും അല്ലെ, കാമാവും. അതിനുശേഷം 1/5 വന്നിട്ട് ദരിദ്രർക്ക് അദ്ദേഹം ദാനം നൽകി എന്നും ഓർത്തോളൂ. അപ്പൊ ഇതൊക്കെയാണ് ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്നത്. ഈ റോസിൽ നിന്ന് തന്നെ തുടങ്ങാം. റോസിൽ വരുമ്പോഴത്തേക്കും അഗ്രികൾച്ചർ, പിന്നെ കനാലുണ്ട്. അപ്പൊ റോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പദ്ധതികൾ, ദിവാനി ഖൈറാത്ത്, എല്ലാവർക്കും ആരുമില്ലാത്തവർക്ക് കൈത്താങ്ങായിട്ടുള്ള പദ്ധതി, സ്ത്രീകള്, കുട്ടികള് അല്ലെ, പൂറായിട്ടുള്ള സ്ത്രീകൾക്ക് മാരേജ്, പിന്നെ വിധവകള്, അനാഥർക്കെല്ലാം വന്നിട്ടുള്ള പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ ദാറുൽ ഷിഫിയ, ഷിഫ്റ്റ് അനുസരിച്ചുള്ള ഹോസ്പിറ്റൽ, ഫ്രീ ചികിത്സ കൊണ്ടുവന്നു. പിന്നെ ദിവാനി ബന്ധകൻ, ബന്ധകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധനസ്ഥനായ അടിമ അല്ലേ, അടിമകളെ കൂട്ടി യോജിപ്പിച്ച് 1,80,000 അടിമകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. പിന്നെ എംപ്ലോയ്മെന്റ് ബ്യൂറോ തുടങ്ങി. അപ്പൊ എല്ലാവരും റോസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും മേൽപ്പറഞ്ഞ നികുതികളും അടിച്ചു കൊടുത്തു എന്ന് ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹം മരിക്കുന്നത് 1388 അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള നഗരങ്ങളുണ്ട്. അത് ഈ FE തുടങ്ങുന്ന ഫിറോസാബാദ്, ഫത്തേബാദ്, ഫിറോസ്പൂർ, രണ്ടിലും ഫിറോസ് ഉണ്ട്. പിന്നെ ഫത്തേബാദ്, ഫിറോസ് ഫത്തേബാദും നിർമ്മിച്ചു എന്നോർത്തോളൂ. എങ്കിൽ ജോൺപൂർ നിർമ്മിച്ചതും ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഇദ്ദേഹത്തിന്റെ മുൻഗാമി അല്ലെ, മുൻഗാമി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പേരാണ് ചൗന ഖാൻ. ചുണയുള്ള ഖാൻ എന്ന് അദ്ദേഹം എല്ലാരും പറഞ്ഞപ്പോ ആ ബിന്ന് വെച്ചിട്ട് ബുദ്ധിമാനായ വിഡ്ഢിന്ന് കളിയാക്കി. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ പിൻഗാമി ഒന്ന് അദ്ദേഹത്തിന്റെ പേരില് ജോൺപൂർ, ചൗന ഖാൻ അല്ലേ, ജോൺപൂർ സ്ഥാപിച്ചു. പിന്നെ ഹിസാർ നഗരവും പണികഴിപ്പിച്ചത് അവിടെയാണ്. അദ്ദേഹം ജലസേചനം വന്നത് യമുന ഹിസാർ ഏരിയ, ഹരിയാനയിലെ ഹിസാർ ഏരിയയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ഹിസാറും ഫിറോസ് സ്ഥാപിച്ചു എന്ന് ഓർത്തോളൂ. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഫുത്തുഹത്ത് ഈ ഫിറോസ് ഷാഹി. അതിലും ഫിറോസ് ഉണ്ട്, അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. എങ്കിൽ തുഗ്ലക് നാമ, റൈസ് ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കഥ പറയുന്ന തുഗ്ലക് നാമ ആരാണ് രചിച്ചതെന്ന് ചോദിക്കും. അത് അമീർ ഖുസ്രു. അമീർ ഖുസ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AK അല്ലേ, AK എന്ന് പേരുള്ള മറ്റൊരാളുടെ സദസ്സിനായിരുന്നു ആദ്യം ഇദ്ദേഹം. അതാണ് അലാവുദ്ദീൻ ഖിൽജി. പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം ഖിൽജി സാമ്രാജ്യമൊക്കെ പോയപ്പോഴത്തേക്കും പിന്നെ അവിടുത്തെ ഗവർണർ ആയിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. അദ്ദേഹം നേരെ വന്നപ്പോഴത്തേക്കും നൈസായിട്ട് ഇദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ സദസ്സിനുമായി. അപ്പൊ വന്നിട്ട് ഒരു രോഷമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ തുഗ്ലക്കിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പൂഴ്ത്തിക്കൊണ്ട് തുഗ്ലക് നാമ, റൈസ് ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കഥ രചിച്ചു. അത് മാത്രമല്ല അലാവുദ്ദീൻ ഖിൽജിയുടെ കാലം മുതലേ അദ്ദേഹം വന്നിട്ട് 10ഓളം സദസ്സിൽ പണ്ഡിതനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കഥ മുഴുവൻ അറിയാം, ഖിൽജിയിൽ നിന്നും തുഗ്ലക്കിലോട്ട് മാറിയത്. അപ്പൊ അമീർ ഖുസ്രു തന്നെയായിരിക്കും അത് എഴുതാൻ യോഗ്യൻ. അങ്ങനെ തുഗ്ലക് നാമയും എഴുതി എന്ന് ഓർത്തോളൂ. എങ്കിൽ തുഗ്ലക്ക് സാമ്രാജ്യം അവസാനിക്കുന്നത് തിമൂറിന്റെ അറ്റാക്കിൽ. തിമൂർ തുഗ്ലക്കിനെ നശിപ്പിച്ചു. തുഗ്ലക്ക് തിമൂർ രണ്ടിലും തീയുണ്ട്. 1398 തിമൂറിന്റെ അറ്റാക്കിലാണ് ഈ സാമ്രാജ്യം നശിച്ചു പോകുന്നതും എന്ന് ഓർത്തോളൂ. 1398 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്കോഡ ഗാമ നമ്മുടെ കേരളത്തിൽ എത്തിയെന്ന് പറയപ്പെടുന്നത് 1498. അതിന് 100 വർഷം മുന്നേ തിമൂർ തുഗ്ലക്കിനെ തീയിട്ടു എന്നും ഓർത്തോളൂ. നസീർ ഉദ്ദീൻ മുഹമ്മദ് ആയിരുന്നു അവസാനത്തെ തുഗ്ലക്ക് വംശത്തിലെ രാജാവ്. തുഗ്ലക്ക് വംശത്തെ അവസാനം നോക്കാൻ ഏൽപ്പിച്ചത് നസീറിനെയാണ്. മറ്റേ ഇപ്പോഴത്തെ പാൻ ഇന്ത്യ ചാനലൊക്കെ ഉണ്ടല്ലോ, അതിന്റെ കോമഡി ഇല്ലേ, മുനീറെ കണ്ണ് ചിമ്മ്. അതുപോലെ തുഗ്ലക്കിനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ ഏൽപ്പിച്ചത് നസീർ. നസീറെ കണ്ണ് ചിമ്മല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ തിമൂർ കയറി അടിച്ചിട്ട് പോയി എന്നും ഓർത്തോളൂ. അതാണ് നസീർ ഉദ്ദീൻ മുഹമ്മദിനെ അറ്റാക്ക് ചെയ്ത് തിമൂർ തുഗ്ലക്ക് വംശത്തിനെ തീയിട്ട് നശിപ്പിച്ചു കോഡിനായിട്ട് ഓർത്തോളൂ. അപ്പോ തിമൂർ നസീറിനെ ആക്രമിച്ചിട്ട് ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ കിസ്സും കൊടുത്തിട്ട് ഏൽപ്പിച്ചിട്ട് പോയി എന്ന് ഓർത്തോളൂ ഗവർണറായിട്ട്. അതാണ് കിസ്സർ ഖാൻ. അങ്ങനെ തിമൂർ 1398 ഇവിടെ നിന്ന് തിമൂർ നസീറിനെയും തോപ്പിച്ചിട്ട് പോയി. 1405 ആയപ്പോഴത്തേക്കും മരിച്ചു. പിന്നെ വന്നിട്ട് കിസ്സർ ഖാന് ചോദിക്കാനും പറയാനും ആരുമില്ല. ആദ്യത്തെ അടിമ ഉണ്ടല്ലോ, നമ്മുടെ കുത്തബ്ദീൻ ഐബക്ക് അല്ലേ,
മുഹമ്മദ് ഗോറി പോയതിനു ശേഷം കുത്തബ്ബീൻ ഐബക്ക് അടിമവംശം സ്ഥാപിച്ച പോലെ തിമൂർ പോയതിനു ശേഷം കിസർഖാൻ, തിമൂർ കിസർഖാൻ കൊടുത്തിട്ടാണ് പോയത്. കിസർഖാൻ 1414 സയ്യിദ് ഡൈനാസ്റ്റി ആരംഭിച്ചു എന്നും ഓർത്തോളൂ. 1414 കിസർഖാൻ സയ്യിദ് ഡൈനാസ്റ്റി ആരംഭിച്ചു. ആരെങ്കിലും എന്തെങ്കിലും സേ ചെയ്യാൻ പറയാൻ പോയാൽ അപ്പ പിടിച്ച് കിസ് കൊടുക്കും എന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. അപ്പൊ സയ്യിദ് വംശത്തിന്റെ സ്ഥാപകൻ കിസർഖാൻ, സേ ചെയ്യാൻ പോയാൽ കിസ് കൊടുക്കും എന്ന് ഓർത്തോളൂ. ഈ കിസർഖാൻ വന്നിട്ട് തിമൂറിന്റെ എന്താണ് പ്രതിനിധിയായിട്ട് തന്നെയാണ് ഭരിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു സുൽത്താൻ എന്നുള്ള ടൈറ്റിൽ ഞങ്ങൾക്ക് വേണ്ട. ഡോണ്ട് സേ സുൽത്താൻ എന്ന് പറഞ്ഞത് സയ്യിദ് ഡൈനാസ്റ്റി ആണ് എന്ന് ഓർത്തോളൂ. അതിന് സേ ഉണ്ടല്ലോ, ഡോണ്ട് സേ സുൽത്താൻ. ബാക്കി എല്ലാ ഡൈനാസ്റ്റിയിലുള്ളവരും സുൽത്താൻ എന്ന സ്ഥാനപ്പേരിലാണ് ഭരിച്ചിരുന്നത്. അപ്പൊ ആ പേരിൽ ഭരിക്കാത്തതാര് എന്ന് ചോദിച്ചാൽ സയ്യിദ്, സേ, ഡോണ്ട് സേ സുൽത്താൻ. അദ്ദേഹം വന്നിട്ട് തിമൂറിന്റെ പ്രതിനിധി, നന്ദിയുള്ളവനാണ്. ആ തിമൂർ കിസ്സും കൊടുത്തിട്ടാണ് കിസർഖാൻ ഏൽപ്പിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് തന്നെ ഇന്ത്യ ഭരിച്ചു. അപ്പൊ അദ്ദേഹത്തിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ അനന്തരാവകാശി വരുന്നുണ്ട്. 1421 34 കാലഘട്ടത്തില് മുബാറക് ഷാ, സൺ ഓഫ് ഖിസർഖാൻ ആണ്, ഖിസർഖാന്റെ മകനാണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചും ഓർക്കാനുള്ളത്, മുബാറക് ബാദ് ആരാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുബാറക്, ഖിസർ മുബാറക് അദ്ദേഹത്തിന്റെ അനന്തരാവകാശി. എന്നാൽ സയ്യിദ് വംശത്തിലെ അവസാനത്തെ രാജാവ് ആര് എന്ന് ചോദിക്കും. അതാണ് അലാവുദ്ദീൻ ആലം ഷാ. സേ ഹലോ എന്ന് പറയും പോലെ, ഹലോ എന്ന് പറഞ്ഞാൽ അലോ എന്ന് വെച്ചിട്ട് ഓർത്താൽ മതി. അതാണ് അലാവുദ്ദീൻ ആലം ഷായാണ് സയ്യിദ് വംശത്തിലെ അവസാനത്തെ രാജാവ്. അദ്ദേഹം ഹലോ പറഞ്ഞത് ഒരു ബലവാനായിട്ടുള്ള ഒരു ലോബിക്കെതിരെയാണ് എന്നും ഓർത്തോളൂ. അതാണ് ബഖ്ലാൽ ലോധി. ലോധി, ബലവാനായ ലോധിയുടെ അടുത്ത് ഹലോ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം വന്നിട്ട് അലാവുദ്ദീൻ ആലം ഷായെ വന്നിട്ട് കൊന്നിട്ട് ലോധി വംശം സ്ഥാപിച്ചു എന്ന് ഓർത്തോളൂ. ലോധി, അത് അഫ്ഗാൻ ലോബിയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഡൽഹി സുൽത്താനേറ്റില് അഫ്ഗാനിൽ നിന്നുള്ള രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ അതും ഈ ലോധി വംശമാണ്. അഫ്ഗാൻ ലോബി എന്ന് ഓർത്തോളൂ. അഫ്ഗാൻ ലോബി, ബാക്കിയെല്ലാം വന്നിട്ട് തുർക്കിയിലുള്ള രാജവംശമാണ്. ഇത് മാത്രമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളത്. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബലവാനായിട്ടുള്ള ലോബി വന്നാണ് കീഴടക്കിയെന്നാണ് നമ്മൾ പറഞ്ഞത്. ആരെ? ഹലോ പറഞ്ഞ അലാവുദ്ദീൻ അല്ലേ, അലാവുദ്ദീൻ ആലം ഷായെ അഫ്ഗാനിൽ നിന്നുള്ള ബലവാനായിട്ടുള്ള ലോധി, അതാണ് ബഹുലാൽ ലോധി. എങ്കിൽ ഈ ലോധി വംശത്തിലെ അവസാനത്തെ രാജാവാണ് ഇബ്രാഹിം ലോധി. അദ്ദേഹവും ബാബറും തമ്മിലാണ് ഒന്നാമത്തെ പാനിപ്പത്ത് യുദ്ധം. മുഗൾ രാജവംശത്തിന്റെ സ്ഥാപകൻ ബാബർ അല്ലേ, അത് നമുക്ക് വരും ക്ലാസ്സിൽ നോക്കാം. അപ്പോ ഇതില് വന്നിട്ട് എന്താണ്, ബഹുലാൽ ലോധിയാണ് ഈ ലോധി വംശ സ്ഥാപകൻ. ഇതിൽ നിന്ന് നോക്കേണ്ടത് അത് അഫ്ഗാൻ ലോബി ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഈ ഡൽഹി ഡൈനാസ്റ്റിയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആര് എന്ന് ചോദിക്കും. അത് നമ്മുടെ ബുദ്ധിമാനായ വിഡ്ഢിയുടെ രാജവംശമാണ്, തുഗ്ലക്ക് രാജവംശം. എന്താണ്, ബുദ്ധിമാനും വിഡ്ഢിയുമാണ് കൂടുതൽ കാലം ഇരുന്നത്. ഏറ്റവും കുറച്ചു കാലം ഇരുന്ന ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് കില്ല് ചെയ്ത് കളയും. അതാണ് ഖിൽജി രാജവംശം എന്നും ഓർത്തോളൂ. എങ്കിൽ നമുക്ക് ഇതിൽ നിന്നും പഠിച്ച മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാം. ബ്ലഡ് ആൻഡ് അയൺ പോളിസി കൊണ്ടുവന്നത് ആര് എന്ന് ചോദിക്കും. ബലവാൻ, എന്താണ്, ബണ്ണും പാലും കഴിച്ച് ബലവാനായവൻ ആര്? അതാണ് ബാൽബൺ. അദ്ദേഹമാണ് ബ്ലഡ് ആൻഡ് അയൺ. ബലവാൻ ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ശിക്ഷയും അതുപോലെ ആയിരിക്കും അല്ലേ. എങ്കിൽ ഷഹ്ന ഇ മാണ്ഡി, ദിവാൻ ഇ റിയാസത്തൊക്കെ കൊണ്ടുവന്നത് ആര് എന്ന് ചോദിക്കും. അതാണ് അലാവുദ്ദീൻ ഖിൽജി. കമ്പോളത്തിൽ ഒരലമ്പും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാണ്ടികളെ ഇറക്കി. മാണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരല്ലേ. കർഷക കലാപമൊക്കെ വന്നപ്പോഴത്തേക്കും, കർഷക സമരമൊക്കെ വന്നപ്പോഴത്തേക്കും മാണ്ടി സ്ട്രൈക്ക് ഒക്കെ നമ്മൾ കേട്ടു. അപ്പോ മാർക്കറ്റില് എന്താണ്, കമ്പോളത്തില് മാണ്ടികളെ ഇറക്കി. പിന്നെ വന്നിട്ട് എന്താണ്, പിരിവ് നടത്താൻ ബാലേട്ടനിലെ റിയാസ് ഖാനെ പോലെ ഒരു ഗുണ്ടയും നിർത്തി എന്നാണ് പറഞ്ഞത്. അതാണ് ദിവാൻ ഇ റിയാസത്ത് രണ്ടും കൊണ്ടുവന്നത് അലാവുദ്ദീൻ ഖിൽജി. കമ്പോളത്തിൽ ഒരു അലമ്പും നടക്കാൻ പാടില്ല. എങ്കിൽ മുൻഹിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, മുന്തിയ ഇനം വന്നിട്ട് വ്യാപാരികളെ വന്നിട്ട് എന്താണ് നോക്കാൻ വേണ്ടിയിട്ട് സീക്രട്ട് ഏജന്റിനെ അലാവുദ്ദീൻ ഖിൽജി തന്നെ ഏൽപ്പിച്ചു. വ്യാപാരികളും കമ്പോളത്തിൽ ആണല്ലോ. എങ്കിൽ ദിവാൻ ഇ മുഷ്തഖ് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റഡ് ബൈ അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ്. കളക്ട് പെൻഡിങ് റവന്യൂ, അതായത് വന്നിട്ട് നികുതി, കളക്ഷനിൽ പെൻഡിങ് ഉള്ള നികുതിയൊക്കെ പിരിക്കാൻ വേണ്ടിയിട്ട് മുഷ്ടി ചുരുട്ടി ദിവാൻമാർ വരും. അതാണ് ദിവാൻ ഇ മുഷ്തഖ് രാജ്. അതും കമ്പോളത്തിലാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ദിവാൻ ഇ കോഹി ആരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെയാണ്. ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ ഇ കോഹി എന്നത്. കർഷകർക്ക് വേണ്ടി കോഹി കൊണ്ടുവന്നു. കാരണം ആദ്യം മറ്റേ ദേവബ് റീജിയനിൽ പോയി 50% ടാക്സ് ഒക്കെ കൊടുത്ത് പണി കൊടുത്തില്ലേ, അതൊന്ന് മയപ്പെടുത്താൻ വേണ്ടി കർഷകർക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ്, കർഷക ഡിപ്പാർട്ട്മെന്റ് ആണ് കോഹി എന്നും ഓർത്തോളൂ. അതും ബുദ്ധിമാനായ വിഡ്ഢി കൊണ്ടുവന്നതാണെന്നും ഓർത്താൽ മതി.
ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് അവരുടെ പ്രവശ്യകള്, പിന്നെ പ്രവശ്യകളെ പിന്നെയും പ്രവശ്യയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് പർവാന എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രാമങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ തലപ്പത്തുള്ള പദവിയിൽ വഹിക്കുന്ന ആൾക്കാരുടെ പേരുണ്ട്. ആൾക്കാര് വഹിക്കുന്ന പദവിക്ക് ഓരോ നാമങ്ങളുണ്ട്. പിന്നെ വന്നിട്ട് അവരുടെ നിയമം നടപ്പിലാക്കിയിരുന്നു, ശരിയത്തെ നിയമമാണ്. അതിന്റെ ഉദ്യോഗസ്ഥന്റെ പേരുണ്ട്, മന്ത്രിമാർക്ക് പേരുണ്ട്, റവന്യൂ കളക്ട് ചെയ്യുന്നവർക്ക് പേരുണ്ട്. അതാണ് നമുക്ക് നോക്കേണ്ടത്. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം ഞാനൊരു ചെറിയൊരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമന്റ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. ക്ലാസിന്റെ നോട്ട് വേണമെന്നുണ്ട് എങ്കിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണുജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.